അതായത് എന്തിനാണ് അപ്പോഴും ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെ മാത്രം ഇങ്ങനെ എടുത്തു പറയുന്നത് എന്ന ചോദ്യം വരും. ഈ 2024 ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് അതിൽ 2 കണക്കുകൾ, ശ്രദ്ധേയമായിട്ടുള്ള കണക്കുകളുണ്ട്. ഒന്ന്, ടോപ്പ് 4 ഡെഡ്ലിയസ്റ്റ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ഇൻ ദ വേൾഡ്. ലോകത്തെ ഏറ്റവും ഡെഡ്ലി ആയിട്ടുള്ള 4 ടെററിസ്റ്റ് ഓർഗനൈസേഷൻ്റെ എണ്ണം എടുത്ത് കഴിയുമ്പോൾ 4 എണ്ണം എടുത്താൽ 4-ൽ 4 ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് ആണ്. അതുപോലെ ഈ ടെറർ അതിൻ്റെ ഭാഗമായിക്കൂടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നിലനിൽക്കുന്ന ആദ്യത്തെ 15 രാജ്യങ്ങൾ നിങ്ങൾ എടുക്കുക. അതിലേക്ക് താഴേക്ക് പോയാലും അത് തന്നെയാണ്, പക്ഷേ തൽക്കാലം നമ്മൾ 15 രാജ്യം എടുക്കുന്നു. ആ 15-ൽ 15ഉം ഇസ്ലാമിക് ടെറർ തന്നെയാണ് അവിടുത്തെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇനി ഒരു ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള 20 ടെററിസ്റ്റ് അറ്റാക്സ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ 2023, 2023 നടന്നിട്ടുള്ള ഭയാനകമായ ഏറ്റവും അധികം ആളുകളെ കൊന്നുതള്ളിയ ടെറർ ആക്ടിവിറ്റീസ്, അതിനെ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ 20 എണ്ണം എടുത്തു കഴിയുമ്പോൾ 20-ൽ 20ഉം ഇസ്ലാമിക് ടെറർ ആക്ടിവിറ്റീസ് ആണ്. ഇതൊന്നും നമ്മൾ വെറുതെ പറയുന്നതല്ല, ഈ ഗ്ലോബൽ ടെറർ ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇസ്ലാമിക് ടെററിനെ ഒരു പടി മുകളിൽ കയറ്റി വെച്ചുകൊണ്ട്, ഇസ്ലാമിക തീവ്രവാദത്തെ 2 പടി മുകളിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് അതിനെ കഴിയാവുന്ന ഇടത്തിലെല്ലാം എതിർക്കുന്നത് എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഇനി വേറൊരു വശം കൂടിയുണ്ട്. എന്നാലും നമുക്കിവിടെ സംഘപരിവാറിനെയും വിമർശിക്കണ്ടേ എന്നൊക്കെ ചോദിക്കും. വിമർശിക്കണം, അതിലൊരു തെറ്റുമില്ല, ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത്, ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ഒരു സംഘപരിവാർ പേടി കലശലായിട്ട് പിടികൂടി എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അതിൽ നിന്നും രക്ഷപ്പെടാം. എന്താണത് ആ വഴി? ആ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ പാകിസ്ഥാനിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന്, അതുപോലെ ബംഗ്ലാദേശിൽ നിന്ന്, അതുപോലെ സിറിയയിൽ നിന്ന്, ഇറാഖിൽ നിന്ന്, ഇറാനിൽ നിന്ന്, ഇവിടെ നിന്നൊക്കെ ഉള്ള ഇഷ്ടംപോലെ രാജ്യങ്ങളിൽ നിന്നും അവിടെയുള്ള ആഭ്യന്തര കലാപത്തിൻ്റെ പേരിൽ, മതം സൃഷ്ടിച്ച ആഭ്യന്തര കലാപം, ഇതുപോലെയുള്ള തീവ്രവാദ കൂട്ടങ്ങളും ഐസിസും അതുപോലെയുള്ള എല്ലാവരും ചെയ്തു കൂട്ടുന്ന ഈ അക്രമത്തിൻ്റെ പേരിൽ അവിടെ ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ എന്താണ് അവിടെയുള്ള ആളുകൾ ചെയ്യുന്നത്? അവർ അഭയാർത്ഥികളായിട്ട് പോകുന്നു വേറെ രാജ്യങ്ങളിലേക്ക്, അല്ലേ? അതാണ് അവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് സംഘിയിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴി വേണമെന്നുണ്ടെങ്കിൽ സംഘിയില്ലാത്ത രാജ്യങ്ങൾ എണ്ണി നിങ്ങൾ കഷ്ടപ്പെടില്ല. ഇന്ത്യ ഒഴിച്ച് വേറെ ഒരു സ്ഥലത്തും ആ സാധനം ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയാം. അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ എളുപ്പമാണ്. എന്നാൽ നിങ്ങൾ ഇനിയിപ്പോൾ ഇസ്ലാമിക് ടെററിൽ നിന്നും രക്ഷപ്പെടാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചന്ദ്രനിൽ പോയിട്ടും കാര്യമില്ല. നിങ്ങൾ ചൊവ്വയിൽ ചെന്നാൽ അവിടെയും അല്ലാഹു അക്ബർ കേൾക്കുമ്പോൾ നിങ്ങൾ ഓടേണ്ടി വരുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് അതിശയോക്തിയായിട്ടോ അതല്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നമായിട്ടോ നിങ്ങൾക്ക് തോന്നുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കൂട്ടത്തെ അല്ലെങ്കിൽ ഈ സംഘപരിവാറിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, വിയോജിപ്പുള്ളവർക്ക് വിയോജിക്കാം, പക്ഷേ ഈ ബാലൻസ് ചെയ്തുകൊണ്ട് ഇതിനെ കമ്പയർ ചെയ്യുന്നത് പോലും ശരിയല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. രണ്ടും രണ്ടായിട്ട് കണ്ട് രണ്ടിനെയും എതിർക്കണം എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളൂ. അതിവിടെയും ആവർത്തിക്കുന്നു.